ഫസ്റ്റ് ഓൺ 24 മന്ത്രിമാരുടെ വകുപ്പുകൾ നിശ്ചയിച്ച് പൊതുഭരണ വകുപ്പ് വിജ്ഞാപനമിറക്കി. ലത്തീൻ സഭയുടെ എതിർപ്പിനിടെ ഫിഷറീസ് വകുപ്പ് മുസ്ലിം ലീഗിനാണ് നൽകിയിരിക്കുന്നത്. വി അബ്ദുൽ ഗഫൂർ ഫിഷറീസ് വകുപ്പ് കൈകാര്യം ചെയ്യും. അവസാന നിമിഷത്തെ ട്വിസ്റ്റിൽ റവന്യൂ AP അനിൽകുമാറിനും വൈദ്യുതി വകുപ്പ് സണ്ണി ജോസഫിനുമാണ്. ഗവർണർ അംഗീകരിച്ച പട്ടിക 24 ആണ് ആദ്യം പുറത്തുവിട്ടത്. കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം വിവരങ്ങളുമായി ചേരുകയാണ്. ദീപക്, നമ്മൾ പുറത്തുവിട്ട ആ പട്ടിക അതിപ്പോൾ വിജ്ഞാപനമായി പുറത്തു വന്നിട്ടുണ്ട്. ഏതൊക്കെ മന്ത്രിമാർക്ക് ഏതൊക്കെ വകുപ്പുകൾ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി തന്നെ ധനവകുപ്പ്, നിയമവകുപ്പ് തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. 37 വകുപ്പ്. സാധാരണഗതിയിൽ ഈ ഇൻഡർസ്റ്റേറ്റ് പോലുള്ള, അതുപോലെ ഓൾ ഇന്ത്യ സർവീസ് പോലുള്ള വകുപ്പുകൾ മുഖ്യമന്ത്രി തന്നെയാണ് കൈകാര്യം ചെയ്യാറുള്ളത്. പക്ഷേ എന്നാൽ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ധനവകുപ്പ് VD സതീശൻ തന്നെയാണ്. അദ്ദേഹം ഒരു ധനകാര്യ വിദഗ്ധൻ എന്നുള്ള നിലയിൽ അറിയപ്പെടുന്ന ഒരാൾ കൂടി ആയതുകൊണ്ടാകാം ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്നു. മറ്റൊന്ന് സ്റ്റേറ്റ് ഓഡിറ്റ്, ലോട്ടറീസ്, അതുപോലെ തന്നെ തുറമുഖ വകുപ്പ്, പ്രത്യേകിച്ചും വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വികസനം, അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ, വിവാദങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തുറമുഖ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. നിയമവകുപ്പും അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നു. പൊതുഭരണ വകുപ്പ്, ജനറൽ അഡ്മിനിസ്ട്രേഷൻ സാധാരണഗതിയിൽ മുഖ്യമന്ത്രിയുടെ കയ്യിലാണ് വയ്ക്കാറുള്ളത്. എന്നാൽ അതുകൂടാതെ പ്ലാനിംഗ് ബോർഡ് ഉൾപ്പെടുന്ന പ്ലാനിംഗ് ആൻഡ് എക്കണോമിക്സ് അഫയേഴ്സ് കൂടി മുഖ്യമന്ത്രി ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ മുഖ്യമന്ത്രിയുടെ വകുപ്പുകൾ ഏതാണ്ട് 37 വകുപ്പുകളാണ്. മറ്റൊന്ന് ലിസ്റ്റിലെ രണ്ടാമൻ ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല. രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആവാൻ വേണ്ടിയുള്ള നീക്കങ്ങളൊക്കെ നടത്തിയതാണ്. പക്ഷേ എന്നാൽ അത് കഴിഞ്ഞ് ലിസ്റ്റിലെ രണ്ടാമത് വരുമ്പോഴേക്കും രമേശ് ചെന്നിത്തല ആഭ്യന്തരവും, അതായത് പോലീസ് വകുപ്പും അതുപോലെ തന്നെ വിജിലൻസ് വകുപ്പും കൂടാതെ ഫയർ ആൻഡ് റെസ്ക്യൂ, അതുപോലെ ജയിൽ വകുപ്പ്, കയർ വകുപ്പ്, പ്രത്യേകിച്ചും ആലപ്പുഴയിൽ നിന്നുള്ള ഒരു MLA എന്നുള്ള നിലയിൽ കയർ തൊഴിലാളികൾ ഏറ്റവും കൂടുതൽ ആലപ്പുഴയിലാണ്, കയർ വകുപ്പ് കൂടി അദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. എന്നാൽ ഇതിൽ നഷ്ടം പറ്റിയിരിക്കുന്നത് സണ്ണി ജോസഫിനാണ്. റവന്യൂ വകുപ്പ് അദ്ദേഹത്തിന് എന്നായിരുന്നു നേരത്തെ തീരുമാനിച്ചത്. സണ്ണി ജോസഫിന് ആ കാര്യം നമ്മളോട് പറയുകയും ചെയ്തതാണ്. പക്ഷേ എന്നാൽ ഒടുവിൽ സണ്ണി ജോസഫിന് വൈദ്യുതി വകുപ്പും അതുപോലെ പാർലമെൻ്ററി കാര്യവും പരിസ്ഥിതിയുമാണ് വന്നിരിക്കുന്നത്. താരതമ്യേന അപ്രധാനമായ വകുപ്പാണ് വന്നിരിക്കുന്നത്. ഈ പട്ടികയിൽ 4-മനായി വന്നിരിക്കുന്നത് ഗോളടിച്ച K മുരളീധരനാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞ 24നോട് പറഞ്ഞ വകുപ്പാണ് അദ്ദേഹത്തിന് ആരോഗ്യ വകുപ്പും അതുപോലെ ദേവസ്വം വകുപ്പും. അത് മുഖ്യമന്ത്രി VD സതീശൻ ഉറപ്പ് നൽകിയതാണ് എന്ന്, ആ വിവാദവും അതുപോലെ അദ്ദേഹത്തിൻ്റെ വകുപ്പ് മാറുന്നു എന്ന് വാർത്ത പ്രചരിച്ചപ്പോഴും അത് ആ നിലയിൽ കൃത്യമായി അദ്ദേഹം നമ്മളോട് പറഞ്ഞിരുന്നു. ആ വകുപ്പുകൾ ഉറപ്പിച്ചിരിക്കുന്നു. അതായത് ഹെൽത്ത് സർവീസ്, അതായത് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഉൾപ്പെടെയുള്ള ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പും അതുപോലെ ഡ്രഗ് കൺട്രോളർ, ഫുഡ് സേഫ്റ്റി ഉൾപ്പെടുന്ന അതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ, ആയുഷ് വകുപ്പ് ഉൾപ്പെടെ K മുരളീധരൻ ഉറപ്പിച്ചു കഴിഞ്ഞു. അത് പട്ടികയിൽ അങ്ങനെ തന്നെ വന്നു. AP അനിൽകുമാറാണ് മറ്റൊരാൾ. ഇതിൽ അവസാന ട്വിസ്റ്റിൽ AP ആണ് നേട്ടം കൊയ്തത്. അതായത് സണ്ണി ജോസഫിന് നിശ്ചയിച്ചിരുന്ന വകുപ്പ്, റവന്യൂ വകുപ്പിൽ ലാൻഡ് സർവേ ഉൾപ്പെടെയുള്ള മുഴുവൻ വകുപ്പും AP അനിൽകുമാറിന് ലഭിച്ചു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, PC വിഷ്ണുനാഥാണ് ടൂറിസം വകുപ്പ്, ഗ്ലാമർ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അതിൻ്റെ കൂടെ സാംസ്കാരിക വകുപ്പ്, ചലച്ചിത്ര അക്കാദമി ഉൾപ്പെടെയുള്ള സാംസ്കാരിക വകുപ്പ് അദ്ദേഹം കൈമാറി. മറ്റൊന്ന്, ഉമ്മൻചാണ്ടി സർക്കാരിൽ ഈഴവ വിഭാഗത്തിന്, SNDP വിഭാഗത്തിനായിരുന്നു എക്സൈസ് വകുപ്പ് നൽകിയത്. അത് VD സതീശൻ സർക്കാരിൽ M ലിജു SNDP വിഭാഗത്തിൻ്റെ പ്രതിനിധിയായി വന്നതാണ്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാവ് M ലിജുവിന് എക്സൈസ് വകുപ്പും സഹകരണ വകുപ്പും കൂടി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ എല്ലാം വന്നത് തന്നെയാണ്. ലീഗിൻ്റെ കയ്യിൽ നിന്നും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുക്കുന്നു. റോജി M ജോണിനാണ് ആ വകുപ്പ്. കോളേജ് എഡ്യൂക്കേഷനും ടെക്നിക്കൽ എഡ്യൂക്കേഷനും യൂണിവേഴ്സിറ്റിയും ഉൾപ്പെടുന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൂടെ ASAP കൂടി നൽകിയിരിക്കുന്നു. T സിദ്ദിഖിനാണ് കൃഷി വകുപ്പും അതുപോലെ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി നൽകിയിരിക്കുന്നത്. K തുളസിക്ക്, പാലക്കാട് നിന്നുള്ള K തുളസിക്കാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട പട്ടികവർഗ വിഷയത്തിൽ നമ്മളൊരു വിവാദമുണ്ടായിരുന്നു. പട്ടികവർഗ വകുപ്പിലെ മന്ത്രി വേണം എന്നൊക്കെ. പക്ഷേ എന്നാൽ K തുളസിക്ക് 2 വകുപ്പ് കൂടി കൊടുത്തിരിക്കുകയാണ്. അതായത് പട്ടികജാതി വകുപ്പും പട്ടികവർഗ വകുപ്പും. ബിന്ദു കൃഷ്ണയ്ക്ക് തൊഴിൽ വകുപ്പാണ് നൽകിയിരിക്കുന്നത്. അതിനൊപ്പം തന്നെ അവർക്ക് വനിതാ ശിശുക്ഷേമവും നൽകിയിരിക്കുന്നു. OJ ജിനീഷ് ചെറുപ്പക്കാരുടെ പ്രതിനിധിയാണ്, യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണ്. അദ്ദേഹത്തിന് സ്പോർട്സും കായിക വകുപ്പും നൽകിയിരിക്കുന്നു. ഇനി ലീഗിൻ്റെ വകുപ്പിലേക്ക് കടക്കുമ്പോഴാണ് ട്വിസ്റ്റ്. അതായത് മുസ്ലിം ലീഗിന് ഈ ഫിഷറീസ് വകുപ്പ് നൽകരുത് എന്ന് ലത്തീൻ രൂപത ആവശ്യപ്പെട്ടിരുന്നു. മുഖ്യമന്ത്രി സന്ദർശിച്ചപ്പോഴും അതിലുള്ള അവരുടെ ആശങ്ക പങ്കുവച്ചിരുന്നു. പക്ഷേ എന്നാൽ ലത്തീൻ്റെ അത്തരം ആശങ്ക അടിസ്ഥാനമില്ല എന്നാണ് കോൺഗ്രസ് കണ്ടത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫിഷറീസ് വകുപ്പ്, അതായത് കോൺഗ്രസിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ലീഗിൽ നിന്നും എടുത്തപ്പോൾ പകരം ഫിഷറീസ് വകുപ്പ് നൽകിയിരിക്കുന്നു. അത് വി അബ്ദുൽ ഗഫൂറിനാണ് നൽകിയത്.
നേരത്തെ 24 പറഞ്ഞതുപോലെ തന്നെയാണ് ലീഗിൻ്റെ വകുപ്പുകൾ എല്ലാം വന്നിരിക്കുന്നത്. പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് വ്യവസായവും IT-യും അതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന് AI വകുപ്പ് കൂടി നൽകിയിരിക്കുന്നു. N ഷംസുദ്ദീൻ പൊതുവിദ്യാഭ്യാസം, അതുപോലെ KM ഷാജി തദ്ദേശ വകുപ്പും PK ബഷീർ പൊതുമരാമത്ത് വകുപ്പും. ആ രീതിയിലാണ് മന്ത്രിമാർ 21 മന്ത്രിമാരും. ഒരുപക്ഷെ ടീം VD സതീശനിലെ വിഭജനങ്ങൾ നോക്കുമ്പോൾ അതിൽ വളരെ കൃത്യമായി ഓരോ ആൾക്കാരും അതാത് മേഖലയിൽ എക്സ്പേർട്ടുകളായ ആൾക്കാരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. പക്ഷേ ഒരു കാര്യം, അതിൽ ലത്തിൻ രൂപതയുടെ ആവശ്യം പരിഗണിക്കപ്പെടാതെ പോയി. മറ്റൊന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ വകുപ്പ് മാറുകയും അവസാന ലിസ്റ്റിലാണ് ആ മാറ്റം ഉണ്ടായത്. ശരി, ദീപക് ധർമ്മടം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. അവസാന നിമിഷം ചില മാറ്റങ്ങൾ ഉണ്ടായെങ്കിലും ഏറെക്കുറെ പറഞ്ഞു കേട്ട വകുപ്പുകൾ തന്നെയാണ് മന്ത്രിമാർക്ക് നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.